പവറായിട്ട് ഇന്ന് അടിപൊളിയായിട്ട് ഞങ്ങളിത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം ഇതൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ മേടിച്ചത് ഞങ്ങൾക്ക് ചേച്ചിയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് അറിയാതിരിക്കും വിചാരിക്കുന്നത്. ചേച്ചി സ്വന്തം പൈസ കൊണ്ട് മേടിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുക, ഞങ്ങൾ എടുക്കുന്നതാണ് ഇത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വേണ്ട വേറൊരു കാര്യം നീ പറഞ്ഞില്ല, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് ഓക്കെ ഷെയർ ചെയ്ത് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡേ എടുക്കുന്നത് നമ്മളെപ്പോ ആവശ്യമുള്ള സാധനം ഇത് ഓർമ്മ. അയ്യോ ബുക്ക് ഞാൻ എല്ലാം ബുക്ക് ഏറ്റവും അടി വെച്ചേക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം ഭയങ്കര നമ്മള് കഴിഞ്ഞ വർഷം നമ്മള് ക്ലാസ്മേറ്റ് ആണ് എനിക്കാണെങ്കിൽ ട്യൂഷൻ ബുക്ക്, എനിക്ക് ഒരു ട്യൂഷൻ ബുക്ക് മേടിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞ എന്നോട് കൂടെ നമ്മള് നമ്മുടെ ക്ലാസ്മേറ്റിന്റെ ഇതിൽ എത്ര ബുക്കുണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് വരെ ഇടാത്ത ബുക്കാന്ന് തോന്നുന്നു. മാത്സിനുണ്ട് 12 ഉണ്ടോ ഈ ഒരു ബുക്ക് പറഞ്ഞാലും 12 എണ്ണം. നമ്മുടെ 12 എത്രയാ 172 പേജുള്ള ബുക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എത്ര രൂപയാന്ന് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ എഴുതിയിട്ടുണ്ട്. 720 രൂപയാണ്. 720 റുപ്പീസാണ് ഇതിന്. നല്ല എനിക്ക് ഇഷ്ടം. എനിക്ക് ക്ലാസ്മേറ്റ് ആണ് ഇഷ്ടം. കിടക്കുന്നത് നല്ല ബുക്കാണ്. അതല്ല നമ്മൾ എടുത്തതൊക്കെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് വെക്കുവാണ്. അതല്ല അത് മാത്രല്ല ഇതിലെങ്ങനെയാ, പക്ഷെ നമുക്ക് ക്ലാസ്മേറ്റിന്റെ വരകൾ സൂപ്പർ. നമ്മൾ എടുത്താലും ഇത് നമ്മൾ ഈ ബുക്കിനെത്തത് ഇതിന് 50 രൂപയാണ്. 44 പേജുള്ളൂ. പൂച്ചയും ഇനി നമ്മളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫയൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ഫയൽ മേടിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഫയൽ ചെറുതായിട്ടൊന്നും അതിനകത്ത് എനിക്ക് ഇടയില്ലായിരുന്നു. പക്ഷെ ഇതിനകത്ത് പകുതി ബുക്ക് അന്നയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അന്നയ്ക്ക് സ്കൂളിൽ നിന്ന് എനിക്കൊരാവശ്യമില്ല. ഇതാണ് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ അന്ന നീല ഞാൻ പറഞ്ഞത് ചോപ്പച്ച സ്പേസ് ഉണ്ടോ നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ അത് സെയിം തന്നെയാണ്. എന്നാലും ഈ പ്രാവശ്യം ഞങ്ങൾ ഫയൽ മേടിച്ചിട്ട് ഇനി ആവശ്യം വരും. അതുകൊണ്ടാണ് ഇനി അടുത്ത വർഷം എന്തായാലും മേടിക്കാൻ നല്ല ചാൻസ് തീരാണ്. അത് ആളുകളാണ് ഭയങ്കര ഇതിനെത്രയാണ് എനിക്കറിയാം. ഫേസ് ആണ് പോയി മേടിച്ചത്. ഞങ്ങൾക്കാണെങ്കിൽ ഓരോ ക്രാഫ്റ്റ് മീൻസ് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതൊക്കെ വെക്കാനായിട്ടാണ്. പിന്നെ നമ്മുടെ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പ് ഏറ്റവും ചെറിയ മിനിറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പേനയാണ്. നമ്മളാണ് എല്ലാ വർഷവും 2 രൂപയുടെ പേന. അതെ അതാണ്. പിന്നെ ഈ വർഷം നമ്മളാണ് നീ മാറ്റി പിടിച്ചു 2 രൂപയുടെ പേന. നമ്മൾ ഈ വർഷം വേറെ പേനയല്ല കഴിച്ച് മേടിച്ചത്. കഴിഞ്ഞ വർഷം മേടിച്ച പേനയാണ് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. 50 രൂപ ഒരു പാക്കറ്റിന് 50 രൂപ. ഇത് ബ്ലൂ ഫെലിക്സിന്റെ ബാക്ക്, എന്റെ ബ്ലൂ ആണ്. ഇത് ബ്ലാക്ക്. ഈ പേന പെട്ടെന്ന് എഴുതിയാൽ എക്സോ മേടിക്കാന്ന് വിചാരിച്ചു തന്നു. പക്ഷേ എക്സോന് 10 രൂപയാണ്. ഇതാണ് ഞങ്ങൾ മേടിച്ച പേന. ഇത് ഞാൻ പക്ഷെ കാണിക്കാം. എനിക്ക് പകുതി സാധനവും സ്കൂളിൽ നിന്നുണ്ട്. എനിക്ക് സ്റ്റിക്കറൊക്കെ കിട്ടിയതുകൊണ്ട് അതിന്റെ ഞാൻ പൊതിഞ്ഞൊക്കെ വെച്ചുകൊണ്ട് അതിന്റെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഇത്തരം വില പക്ഷെ മേടിച്ചത് എനിക്ക് കുഞ്ഞിതായി മേടിച്ചത്. ഞാൻ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കും. സ്കൂളിൽ എല്ലാ പരിപാടിക്കും ഇത് ചെയ്യും. പക്ഷെ ഇവൾക്കണ്ടി അത് അവിടുത്തെ സ്കൂളിൽ ചെന്നതിന് അധികം പരിപാടികൾ കാണും. എന്റെ ഈ കുഞ്ഞ് ഇത്ര ഒരു മിനിമത്തിന് ഇതിന് 25 രൂപയാണ് കേട്ടോ. ഇതിന് എത്ര ശരി 100 രൂപയാണ്. അല്ല പക്ഷെ അതിന്റെ അടിയിൽ 100 രൂപ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ 50 രൂപ എഴുതിയിട്ടുണ്ട്. ഏത് രൂപയെന്ന് ആർക്കറിയാം. അപ്പൊ നമ്മൾ പാസ് ചെയ്ത് വെച്ചു. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഇവളുടെ സ്റ്റിക്കർ ബുക്ക് ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മളാണെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ആയി കാറിന്റെ റേസിംഗ് കാറിന്റെ ഫുട്ബോൾ പ്ലെയർ നെയ്മറുണ്ട്, ഹാളൻഡുണ്ട്. പിന്നെ ഇതിന് കുറെ പേരെ ഉണ്ട്. എനിക്കറിയാവുന്നവരുടെയൊക്കെ ഞാൻ പേര് പറഞ്ഞു. നെയ്മർ
ബുഗാട്ടി, ലംബോർഗിനി, പിന്നെ എംബാപ്പെ ഉണ്ട്, എന്താ സുപ്ര, കുറെ പേരൊക്കെ ഇവിടെ എഴുതി. കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആൾക്കാരുണ്ട്. സോറി ആൾക്കാർ. അധികം നേരം നിങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അടുത്തത് കളറ് ഫെലിക്സ് 2 കളർ സ്കെച്ച് വിട്ടു. സ്കെച്ചിന്റെ വീഡിയോ ഞങ്ങളെ കാട്ടിട്ടുണ്ട്. ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നത് ആ സ്കെച്ച് എടുത്തിട്ടാണ്. അത് ഞാൻ അന്ന് മേടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വേറെ ഒന്നും മേടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്കെച്ച് അത് തന്നെയാണ്. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചത് ഇത് പുതിയതാണ്. ഇതാണ് പർപ്പിൾ ക്യാമലിനെ എനിക്ക് ഇഷ്ടപ്പെട്ട. ഇത് ഇഷ്ടമില്ല, അതുപോലത്തെ ഒരെണ്ണം മേടിക്കാൻ പറഞ്ഞപ്പോൾ ഇതിന് എത്ര രൂപയെന്ന് വെച്ചാൽ ഇതിന് 60 രൂപയാണ് ഈ സാധനത്തിന്. ഇതിന് വെറും 10 രൂപ. എന്റെ ഫേവറേറ്റ് ആണ്. സ്കെച്ച് ഞാൻ മേടിച്ചില്ല നേരത്തെ മേടിച്ചോണ്ട് എനിക്ക് വേണ്ടി സ്കെച്ച് മേടിച്ചത്. നമ്മൾ ഇതിന് എത്ര, ഇത് 12 12 ഇതിന് 25 ആയിരിക്കും. കാരണം ഇത് 25 ഇതിന് 30. ഞാൻ മേടിച്ചതിന് 25 ആയിരുന്നു. ഞാൻ അമ്മ വീട്ടിലെ കടയിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ അപ്പൊ ഇത് 2 സെയിം ആണ്. പക്ഷെ അതിനകത്ത് ഒരു കളർ മാത്രം തെളിയും. പിന്നെ അടുത്തത് സ്റ്റാപ്ലെയർ എനിക്ക് മേടിച്ചില്ല. കാരണം ഇത് എനിക്ക് ഫെലിസിനും ചേച്ചിക്കും കൂടെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചുള്ള ഒരു സ്റ്റാപ്ലെയർ ആണിത്. അത് പറഞ്ഞതാ, ഞങ്ങൾക്ക് 3 പേർക്കുള്ള സ്റ്റാപ്ലെയർ ആണ്. എപ്പോഴും ഇതിനകത്ത് ചോറുണ്ട്, ഇതിനകത്ത് വന്നപ്പോ ഓറഞ്ച്. നമ്മൾ തുറന്നു നോക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും അടിക്കല്ലേ ചെയ്യണം, കളറൊന്നും നോക്കാൻ പാടില്ലല്ലോ. ഇനി അടുത്തത് റബ്ബർ എന്നോട് പറഞ്ഞത് ഈ അപ്സറയുടെ ഈ സാധനം എത്രാം ക്ലാസ് വരെ? 12ാം ക്ലാസ് വരെ. 12ാം ക്ലാസ് വരെ. പിന്നെ ഇത് ഇത്രയും 12 ഞാനൊക്കെയാണെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ പൊട്ടി. കാരണം നമ്മള് ചുമ്മാ ക്ലാസ്സിൽ ബോറടിച്ചിരിക്കുമ്പോ കറകറ കാണിച്ച് ഇതാണ് അപ്സറയുടെ. പിന്നെ അപ്സറയുടെ കട്ടർ. നമ്മളാണെങ്കിൽ മേടിച്ച കട്ടർ ഞാനായിട്ട് എനിക്ക് വേണ്ടി റിങ്ങിൽ എടുത്തത്. ഇതിനകത്ത് ഞാൻ പറയുന്ന ബ്ലാക്ക് എന്നാണ്. ഇതിനകത്താണ് ബ്ലാക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് വേണ്ടി മേടിച്ച കട്ടർ ഞാൻ ബ്ലാക്ക് ഉള്ളതുകൊണ്ട് എന്നാ ബ്ലാക്ക് എടുക്കാൻ, ഇനി ഈ ബ്ലാക്ക് പോയി എനിക്ക് ഇത് എടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്ത് തന്നെ തിരിച്ചു. ഓക്കെ, അപ്പൊ ഞങ്ങള് ഈ അപ്സറയുടെ റബ്ബർ അപ്സറയുടെ കട്ടറാണ്. പിന്നെ അപ്സറയുടെ ഞങ്ങൾ എപ്പോഴും അപ്സറ പെൻസിലാണ് വെറൈറ്റി പെൻസിൽ മേടിക്കാന്ന് വെച്ചാൽ, പക്ഷെ അപ്സറ പെൻസിൽ ഗുഡ് ആൻഡ്രോയിഡ്. അപ്സറയുടെ ഇതിന് എത്ര രൂപയെന്ന് വെച്ചാൽ 60 രൂപയാണ്. 60 ഞാൻ പറഞ്ഞു 60 രൂപ. ഇത് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക്. അടുത്തത് നമ്മൾ ഡാർക്കാണ്. ഡാർക്ക് പെൻസിൽ. അടുത്തത് തന്നെ ഒരു ബോക്സ്. ഇതിന് ബാഗിന്റെ അകത്ത് ഞങ്ങളുടെ പേരും ക്ലാസ് എഴുതാനായിട്ടാണ്. അല്ലെങ്കിൽ മാറിയാൻ തുറക്കുന്ന എങ്ങനെയാണ് എനിക്കറിയത്തില്ല. ഇത് ചേച്ചിയാണ് മേടിച്ചത്. അതായത് ആവശ്യത്തെ ഫ്രണ്ടിലും കൂടെ തോന്നുന്നു. ശരിക്കൊന്നും അറിയത്തില്ല. ഞാൻ അറിയില്ല. ഇവരൊക്കെ പോയില്ലേ മേടിച്ചത് സംഭവം. ഇവിടെ നമ്മളെ പേരെഴുതി ക്ലാസ് എഴുതിയിട്ട് നമുക്ക് അടക്കാം. എന്റെ അറിഞ്ഞോ നല്ലൊരു പെണ്ണായിക്കൊണ്ടാവും. അല്ലെങ്കിൽ പിങ്ക് കളർ എടുക്കാന്ന് വെച്ചതാ, പക്ഷെ ആ പെർപ്പിൾ ഇല്ല. ഞാൻ പറയാം പർപ്പിളാണ് എന്റെ ഫേവറേറ്റ് കളർ. പർപ്പിളാണ്. പിന്നെ അടുത്തത് നമ്മുടെ ക്യാമറ എടുത്ത് ശരിക്കും ഞാൻ 2 വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം മറ്റേ അതിന്റെ ബോക്സിന്റെ മാത്രം കൊള്ളു. ഞാൻ പറഞ്ഞത് മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മേടിക്കേണ്ടി വന്നതാണ്. സ്കൂളൊക്കെ അല്ലേ. അപ്പൊ നമ്മള് പക്ഷെ എനിക്ക് 5ാം ക്ലാസ്സിൽ ബോക്സ് ഉണ്ട്. അത് 5ാം
അതിനകത്ത് അങ്ങനെ ഇത് ഇല്ലാത്തോണ്ടാണ് ഞാൻ മനഃപൂർവ്വം എനിക്ക് അത് കൊടുത്തത്. ഞാനൊന്നും കാണിച്ചില്ല. പിന്നീട് ഞാൻ അവിടെ ഒരു ചുമപ്പ് ജോക്ക് റോസ് ആണെങ്കിൽ ഇവിടെ പക്ഷെ ആണെങ്കിൽ ഞാനാണെങ്കിൽ പെൻസിലൊന്നും വെക്കാൻ പറ്റത്തില്ല. ആ പടി ഒരു പെൻസിൽ മാത്രം വെക്കാൻ വേറെ വെക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല. പിന്നെ ആണെങ്കിൽ എനിക്ക് ഒരു പൗച്ച് മേടിച്ചിട്ട് കട്ടിക്കാനായിട്ട് കത്രിക എനിക്ക് ശരിക്കും പർപ്പിൾ കളറാണ് ഇഷ്ടം. പക്ഷെ പർപ്പിൾ കളർ ഞാൻ മേടിക്കാൻ ഫെലിക്സ് പറഞ്ഞ പർപ്പിൾ ചോദിച്ചത്. പക്ഷെ പർപ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ് ബിടിഎസിന്റെ ഉണ്ടാവും ചോദിച്ചാൽ. പക്ഷെ ഫെലിക്സ് അപ്പൊ ചേച്ചിക്ക് മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് സാധനങ്ങളുണ്ട്, ഞാൻ കാണിക്കാം. ഇതിനകത്ത് പെൻസിലും ചേച്ചി നേരത്തെ എനിക്ക് തന്നായിരുന്നു. തന്റെ പെൻസിലും പേനും 3 ബ്ലാക്ക് പേനയും പിന്നെ ഒരു ബ്ലൂവും പിന്നെ ഞാനല്ലേ എടുക്കുന്നത്. അല്ല ഗൈസ്, ഇവളാണെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ പോകും. പിന്നെ എന്നാത്തിന് പേനൊക്കെ എന്റെ പേന വെറുതെ ട്യൂഷന് പോകണം, എന്തൊക്കെ ചെയ്യണം. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്. അല്ല ഗൈസ്, ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ജോമെട്രി ബോക്സ് ഒരു വേസ്, പക്ഷെ ഇവൾക്ക് വേസും ജോമെട്രി ബോക്സ് മേടിച്ചു. അതെന്നാ ന്യായ? പിന്നെ എന്റെ ഞാൻ കത്രിക മേടിച്ചു. അപ്പൊ ഇതെല്ലാം അന്നയ്ക്കാണ് ഈ കത്രികയുടെ ആവശ്യമൊന്നുമില്ല. അന്നയാണെങ്കിൽ ഒരു പ്രോജക്റ്റ് ഒന്നും ചെയ്തില്ല. ഞാനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഉണ്ടാക്കും ഗൈസ്. ഇവളാണെങ്കിൽ അടുത്തത് നമ്മൾ പറഞ്ഞ പുതിന പേപ്പർ. അടുത്തത് തന്നെ ഞാൻ എനിക്ക് ഷൂ മേടിച്ചായിരുന്നു സ്കൂളിൽ പോവാനായി. അത് ആരുടെ കുറ്റം പറയുന്നത്? ആരുടെ കുറ്റം വേറൊക്കെ കുറിച്ച് പറയുന്നത്? കുറ്റം കുറവ് എല്ലാം അന്നയാണ് സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ഷൂ വേണം തന്നെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് അവിടെ ഫാൻസി പിന്നെ ഷൂ മേടിച്ചു. പിന്നെ നമ്മൾ അവിടെ ഇട്ടോണ്ട് നടക്കാനായിട്ട് ഞാൻ പറയും വീട്ടിൽ അവിടെ ഇട്ടോണ്ട് നടക്കാൻ റബ്ബർ ചെരുപ്പ് മേടിച്ചു. പിന്നെ നല്ല 2 ചെരുപ്പ് മേടിച്ചു. എനിക്ക് പെട്ടെന്ന് കിട്ടിയത് ഇത് മാത്രം ഉണ്ടായിരുന്നു. ഞാൻ വേറെ ഞാൻ നല്ല ഒരെണ്ണം എടുത്തത്. ഞാൻ പർപ്പിൾ കളർ നല്ല നോക്കിയെടുത്തത്. എനിക്ക് എപ്പോൾ കിട്ടിയ ഇതാണ്, അതുകൊണ്ടാണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാം കാണിച്ചു. ഇനി എന്തെങ്കിലും കാണിക്കാനുണ്ടോ? സ്റ്റാപ്ലറിന്റെ പിന്ന് കാണിച്ചില്ല. കണ്ടോ ഗൈസ്? സ്റ്റാപ്ലറിന്റെ പിന്ന് അത് കണ്ടില്ല ഗൈസ്. ഈ തലമുറയുടെ കാണും നീലയും കൊണ്ട് ഇതിന്റെ ആളും നീലയും കൊണ്ട് അത് കണ്ടില്ല. അപ്പൊ നമ്മൾ ഇത്രയും വീഡിയോകളില് നമ്മൾ ഇന്ന് വേറെ സാധനം മേടിച്ചില്ല. ആ സാധനം നമുക്ക് കാണാം ഗൈസ്. നമ്മൾ പറഞ്ഞില്ലേ ഇതാണ് ഗൈസ് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ. മീൻ നമ്മൾ മേടിച്ചാണ്. പിന്നെ നമ്മൾ വെറൈറ്റീസ് ആണ് ഗൈസ്. വെട്ടയില്ല ഗൈസ്, അതാണ് കാണിച്ചത്. ഞാൻ എടുക്കാം. വെറൈറ്റി ഒന്നല്ല ഗൈസ്, ഫൈറ്റർ ആണ്. ഫൈറ്റർ ഗൈസ്. ഇവിടുത്തെ ലൈറ്റ് ഇട്ടേ ഇവിടെ ഞങ്ങൾ വേറെ ലൈറ്റും ഉണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഒക്കെ കേൾക്കാൻ കാരണം ഇവിടെ മറ്റേ സീരിയൽ കാണുവാണ് ഗൈസ്. ഇത് കളർഫുൾ മീൻ. ഇത് നമ്മുടെ ഫൈറ്റർ കുഞ്ഞ് വൈറ്റ് കളറാണ്. വൈറ്റ് കളറാണ്. ഞാൻ ഫെലിക്സ് ആണ് ഇതെല്ലാം. പിന്നെ ഗൈസ് നമ്മൾ ഫൈറ്റർ വേറെ ഒരു ഫൈറ്റർ മേടിച്ചു. ഇതാണ് ഇത് വെണ്ണ. പിന്നെ നമ്മൾ വെറൈറ്റി കളർഫുൾ മീനെ മേടിച്ചു. പിന്നെ നമ്മുടെ മാത്രല്ല നമ്മൾ മേടിച്ചത് നമ്മളാണ്ടി ബ്ലാക്ക് മോയിനല്ല ബ്ലാക്ക് മോളി. ആ ബ്ലാക്ക് മോളിയാണ്. ഓ സോറി, മോളി കുഞ്ഞിനെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ മോളി കുഞ്ഞ് ഏതാണ്ട് എല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. നമ്മൾ എല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണ്ട് ഇവിടെ ഇത് കണ്ടില്ലേ, അതൊക്കെ നമ്മൾ ഷെല്ലെല്ലാം ഗോവയെന്ന് നമ്മൾ കൊണ്ടുവന്നാണ് ഗൈസ്. നമ്മൾ ഗോവയെന്നുള്ള ഷെല്ലൊക്കെയാണ്. നമ്മൾ വൈറ്റ് ഫൈറ്റർ, പിന്നെ ആണെങ്കിൽ മറ്റേ